ഈ മഹീന്ദ്രയുടെ ആപ്പടി സൗണ്ട് രണ്ടും രണ്ടാട്ടോ. ഏറ്റവും സ്മൂത്ത് സൗണ്ട് ഏതാ അറിയോ? ആപ്പട സൗണ്ടാണ്. മഹീന്ദ്ര ഇങ്ങനെ കടപട കടപട കടപടയെന്ന് അടിച്ചോണ്ടാണ്. രാജണ്ണ ഇന്നും പതിവ് പോലെ അവിടെ അങ്ങ് ദൂരെ സൂര്യൻ്റെ അസ്തമയത്തിനുള്ള പുറപ്പാടിലാണ് സൂര്യൻ. ഇന്നും പതിവ് പോലത്തെ ദിവസം തന്നെയാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റമുണ്ട്. നിങ്ങൾ ദിവസവും നിങ്ങൾ ഭക്ഷണം കഴിക്കണേന്ന് ഒരു ചെറിയൊരു പങ്ക് കിളികൾക്കും പക്ഷി മൃഗാദി ലതാദികൾക്ക് കൊടുക്കുക. അതിലെല്ലാം പെടും കേട്ടോ. അവർക്ക് കൊടുക്കുക, വേണമെങ്കിൽ കഴിച്ചോട്ടെ. പിന്നെ പൂച്ചകൾക്ക് കൊടുക്കുമ്പോൾ എന്തായാലും ഇറച്ചി മീനൊക്കെ വേണം. എല്ലാവരും ഓൺ ചെയ്തിട്ടാണ് വാഹനം ഓടിക്കുന്നത്. ഒക്കെ ഈ ബ്ലൂടൂത്ത് വഴിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും റോന്ന് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് കഴിഞ്ഞ ജന്മത്തെ കുറിച്ചിട്ട് വല്ല ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നുള്ളതോ, നിങ്ങൾ ആരൊക്കെ ആയിരുന്നു, ആരുടെയൊക്കെ ആയിരുന്നു എന്ന് വല്ല ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതാണ് ഏറ്റവും വലിയ ടെസ്റ്റ്. അങ്ങനെയൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ ആരല്ലേ ഞാൻ കാട്ടാനേ ആവില്ലേ ഓരോ മനുഷ്യന്മാരും? അങ്ങനെ സ്വഭാവമുണ്ട്. അതല്ലേ ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത. അതാണ് സസ്പെൻസാണ് മൂപ്പരെ ഫുള്ള് പരിപാടി. അത്ഭുതങ്ങൾ. പക്ഷേ അത്ഭുതങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ. കാരണം അത് അത്ഭുതങ്ങളിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളായിട്ട് തന്നെ ഇരിക്കാനാണ് പറഞ്ഞത്. കുറേ നൂലാമാലുണ്ട്. വെറുതെ ഒന്നും ദൈവം അങ്ങോട്ട് കടത്തി വിടില്ലേ. ഒരു മഴയും കൂടി പെയ്താൽ സൂപ്പറായി. എനിക്ക് ഈ ട്രാഫിക്കിൻ്റെ ലൈൻ എവിടെയെന്ന് അറിയാണ്ടേ ചില ഡ്രൈവർമാർ സൈഡെങ്ങാനും കയറിപ്പോയോ, ഞാൻ മറ്റേ ട്രാക്കിൽ കയറിയോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവും. അവിടെ അങ്ങ് ദൂരെ സൂര്യൻ്റെ അസ്തമയത്തിനുള്ള പുറപ്പാടിലാണ് സൂര്യൻ. പിന്നെ ഈ ബൈക്കുകൾ പോണ മാതിരി വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറേ സംഭവങ്ങൾ നീക്കാനും പിടിക്കാനുണ്ട്. അപ്പോൾ പിന്നെ വലിയ വാഹനങ്ങൾക്കും ചെറിയ വാഹനങ്ങൾക്കൊക്കെ ഒരു നിയമങ്ങളുണ്ട്. എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല.
ജീവിതമൊക്കെ ആകെ ബുദ്ധിമുട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ. ഈ നഗരത്തിലൂടെ ഓടി ഓടി ഓടിയിട്ടേ. പക്ഷെ നഗരം സൂപ്പറാണ് സംഭവം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആരും ശ്രദ്ധിക്കാനില്ല, അതാണ് ഏറ്റവും വലിയ പോയിന്റ്. മറ്റേത് നാട്ടുകൂടെ പോവുകയാണെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരാവും. അതായത് നമ്മളെ ആരെങ്കിലും തുറച്ച് നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ റോഡ് സൈഡിലെങ്ങാനും വണ്ടി. ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന സംഭവമാണ്. കാരണം അത് കാലം അങ്ങനെയാക്കി. ഇപ്പോൾ റോഡ് സൈഡിൽ ഒറ്റയ്ക്ക് നമ്മൾ ചിലപ്പോൾ ഒന്നിന് വേണ്ടിയിട്ടോ, അതായത് ബാത്റൂം പോകാൻ മൂത്രയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിർത്തി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കണ കാര്യം എന്താ അറിയോ, റോഡിൽ ഒഴിഞ്ഞൊരു ഭാഗത്ത് നമ്മൾ വണ്ടിയൊന്ന് നിർത്തിയിട്ട് കഴിഞ്ഞാൽ, ഓട്ടോറിക്ഷ എന്നല്ല ഏതൊരു വണ്ടി, അപ്പോൾ അവർ സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കും, എന്താണ് അതിൻ്റെ ഉള്ളിൽ, എന്താ അവിടെ നടക്കുന്നത്, എന്താണ്, ആരൊക്കെ ഉണ്ട്. ഇവർക്ക് ചിലപ്പോൾ ചിലപ്പോൾ അടിയന്തരമായിട്ട് ഹോസ്പിറ്റൽ കേസോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്ക് പിടിച്ച് പോകാവും. എന്നാലും ഇവർ അന്വേഷിക്കും എന്താ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. സംഭവം ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പിന്നെ ഡ്രൈവർമാർ ചിലപ്പോൾ ഒന്ന് മൂത്രയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാവും, ഇല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാവും. അല്ലാതെ ഇപ്പോൾ പിന്നെ ഉണ്ട്, ഇല്ല എന്നല്ല, എല്ലാ തരത്തിലുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും നിങ്ങൾ വേണ്ടാത്തതായിട്ടൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഒക്കെ തിരക്ക് പിടിച്ച് പോണവരാണ്. ഈ തിരക്ക് പിടിച്ച് പോണവരെ നമ്മൾ ഒരിക്കലും തടുത്ത് നിർത്തരുത് കേട്ടോ. അവർ പോയിക്കോട്ടെ എന്ന് കരുതണം. നിങ്ങളവിടെ നിർത്തി കൊടുത്താൽ മതി, ഒരു പ്രശ്നമല്ലേ. നിങ്ങൾ ബ്രേക്ക് ഒന്ന് ചവിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അവർ പോയിക്കോട്ടെ, നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ വരും. അത് ഞാനാ പറഞ്ഞത്. എന്തായാലും ജീവിതത്തിൻ്റെ പകുതി പോയി എന്ന് പറയാം. ഇനിയിപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താ കാര്യം? ഒരു പ്രയോജനമില്ലാത്തൊരു കാലത്തിലേക്കാണ് ഇനി നമ്മൾ പോണത്. ആർക്കും ആരെ കൊണ്ടും ഒരു സഹായമോ ഇല്ലെങ്കിൽ ഒരു പ്രതികരണമോ പ്രതീക്ഷകളോ ഒന്നുമില്ലാത്തൊരു സമയമാണ്. എങ്ങനെ ബാക്കിൽ വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കല്ലേ. സാറന്മാർ കൈ വീശി കുടുങ്ങിയിട്ടുണ്ടാവും പാവം. അതെപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം അവരും മനുഷ്യന്മാരിന്, അവർക്ക് തമാശകളറിയാം, അവർക്ക് ചിരിക്കാനറിയാം. പക്ഷേ മുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളുണ്ടാവും. ഇപ്പം ഞാനൊന്ന് ഉദാഹരണം പറഞ്ഞുതരാം. ഞാനിന്നൊരു 250 രൂപയുടെ ഓരോ ഓട്ടം പോയി കൊണ്ടലായിരുന്നു. കൊണ്ടു പറയുമ്പോൾ കിലോമീറ്റർ വെച്ചിട്ട് 30 രൂപ കൂട്ടണം. കൊണ്ടുപോയി വിടുകയാണെങ്കിൽ 25 രൂപ, 22 രൂപ 50 പൈസ, 25ഒക്കെയാണ് കൂട്ടുമ്പോൾ. അപ്പോൾ അവിടെ പോയി അവിടെ കൊണ്ടുപോയി കൊടുന്നിട്ട് ഇവരേത് ആകെ 100 രൂപയുള്ളൂ കയ്യിൽ. പള്ളി ഉണ്ടായ വിഷമം പറയണോ? അപ്പം ഇനി അവർ പൈസ കിട്ടുമ്പോൾ തരാം, അറിയുന്ന ആൾ തന്നെയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി ചോദിക്കാൻ പോയാൽ ഞാനും അവരും തെറ്റും. കാരണം ഞാനിപ്പോൾ അവരിൽ നിന്ന് പൈസ ചോദിക്കുകയല്ലേ, അപ്പോൾ അവർക്കത് ദേഷ്യമല്ലേ. അങ്ങനെയുണ്ട്. അങ്ങനെ പൈസ അങ്ങനെ പോകുന്നില്ല, തരും. പക്ഷെ എന്നാലും നമുക്കിത് അന്നന്ന് കിട്ടുന്നത് അന്നന്ന് എല്ലാം കഴിഞ്ഞിട്ടൊന്നും ഇപ്പം നടക്കില്ല. ഓട്ടോറിക്ഷക്കാരിപ്പോൾ എന്തായാലും പൈസക്കാരനാവില്ലല്ലോ. അല്ലെ പിന്നെ മൂലധനം വേണം. തറവാട്ട് വക കാരണന്മാരുണ്ടാക്കി വെച്ചാൽ എന്തെങ്കിലും ധനം വേണം നമുക്ക്. ഇതൊന്നുമില്ല. നമ്മളൊക്കെ മിഡിൽ ക്ലാസ്സാണ്. അതുകൊണ്ടൊന്നും നമുക്കിങ്ങനെ പോയാൽ ശരിയാവില്ലേ. എന്തൊക്കെ ചെയ്യാമെന്നൊരു എത്തുമ്പോഴേക്കും കിട്ടില്ല. ആരോടും പറഞ്ഞിട്ടൊരു കാര്യമില്ല.